ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്ന് നമ്മൾ ഫുഡ് അഡൾട്രേഷനാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം അഡൾട്രൻ്റ് എന്താണെന്ന് നോക്കാം. അഡൾട്രൻ്റ് മീൻസ് എനി മെറ്റീരിയൽ വിച്ച് ഈസ് ഓർ കുഡ് ബി എംപ്ലോയിഡ് ഫോർ മേക്കിംഗ് ദി ഫുഡ് അൺസേഫ് ഓർ സബ്സ്റ്റാൻഡേർഡ് ഓർ മിസ് ബ്രാൻഡഡ് ഓർ കണ്ടെയ്നിങ് എക്സ്ട്രീനിയസ് മാറ്റർ. ഫുഡിലുള്ള എന്തെങ്കിലും അൺസേഫോ സബ്സ്റ്റാൻഡേർഡോ മിസ് ബ്രാൻഡഡോ അല്ലെങ്കിൽ എക്സ്ട്രീനിയസ് മാറ്റർ ആയിട്ടുള്ള എല്ലാത്തിനും നമുക്ക് അഡൾട്രൻ്റ് എന്ന് വിളിക്കാം. ഇനി അഡൾട്രേഷൻ എന്താണെന്ന് നോക്കാം. അഡൾട്രേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് പ്രോസസ് ബൈ വിച്ച് ക്വാളിറ്റി ഓർ ദി നേച്ചർ ഓഫ് ദി ഗിവൺ സബ്സ്റ്റൻസ് ഈസ് റെഡ്യൂസ്ഡ് ത്രൂ അഡീഷൻ ഓഫ് എ ഫോറിൻ ഓർ ആൻ ഇൻഫീരിയർ സബ്സ്റ്റൻസ് ആൻഡ് ബൈ ദ റിമൂവൽ ഓഫ് എ വൈറ്റൽ എലമെൻറ്റ്. അതായത് ഒരു ആഹാര പദാർത്ഥത്തിൻ്റെ ക്വാളിറ്റി ചേഞ്ച് ആവും. എങ്ങനെ? അഡീഷൻ ഓഫ് എ ഫോറിൻ ഓർ ഇൻഫീരിയർ സബ്സ്റ്റൻസ്. ക്വാളിറ്റി കുറഞ്ഞ ഒരു സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഫോറിൻ സബ്സ്റ്റൻസ് ആഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആ ഉള്ള ഫുഡിൽ നിന്ന് ഏതെങ്കിലും അതിൻ്റെ വൈറ്റൽ എലമെൻറ്റ് എന്തെങ്കിലും ഫ്ലേവറോ ടേസ്റ്റോ വിറ്റമിൻസോ ഒക്കെ മാറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ഫുഡിൻ്റെ ക്വാളിറ്റി കുറയുവാണെങ്കിൽ അതിനെ നമ്മൾ അഡൾട്രേഷൻ എന്ന് പറയും. ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954. ഇത് ഫുഡ് അഡൾട്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന ആക്റ്റാണ് 1954 പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട്. ഈ ആക്ട് പാസ്സായ വർഷമാണ് 1954 29th സെപ്റ്റംബർ. പക്ഷേ കെയിം ഇൻ ടു ഫോഴ്സ് വന്നത് ജൂൺ 1 1955 നമ്മളിപ്പോൾ പഠിച്ച ഡെഫിനിഷൻ അഡൾട്രൻറ്റും അഡൾട്രേഷനും വ്യക്തമായിട്ട് ഈ ആക്റ്റിൽ പറയുന്നുണ്ട്. ഈ PFA ആക്ട് പ്രകാരം ഒരു ഫുഡ് ഐറ്റം അഡൾട്രേഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയണമെങ്കിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, നോട്ട് ഓഫ് ദി നേച്ചർ, സബ്സ്റ്റൻസ് ഓർ ക്വാളിറ്റി. അതായത് ഒരു കസ്റ്റമർ ഒരു സാധനം വാങ്ങിക്കുമ്പം അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല അതിനകത്തുള്ള കണ്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിന് അഡൾട്രേഷൻ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇഫ് എനി ഇൻഫീരിയർ ഓർ ചീപ്പർ സബ്സ്റ്റൻസ്, അത് നമ്മൾ ഒറിജിനൽ ക്വാളിറ്റി അല്ലായിരിക്കും, കുറച്ചും കൂടെ ചീപ്പായിട്ടുള്ള സബ്സ്റ്റൻസ് ചേർത്തുണ്ടാക്കിയതാണെങ്കിൽ അത് അഡൾട്രേഷൻ സംഭവിച്ചു. നെക്സ്റ്റ്, പ്രിപ്പയർഡ്, പാക്കഡ് ഓർ കെപ്റ്റ് അണ്ടർ ദി അൺസാനിറ്ററി കണ്ടീഷൻസ്. അങ്ങനെ വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് പാക്ക് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അല്ലെങ്കിൽ തയ്യാറാക്കുമ്പോൾ എന്ത് പറ്റും? ഓരോ റോഡൻസിൻ്റെയും പെസ്റ്റുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ അതിനകത്തുണ്ടാകും, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള മാലിന്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും അഡൾട്രേഷനിലാണ് വരുന്നത്. നെക്സ്റ്റ്, ഡീകമ്പോസ്ഡ് ഓർ ഡിസീസ്ഡ് ആനിമൽ ഓർ വെജിറ്റബിൾ സബ്സ്റ്റൻസ്. എന്തെങ്കിലും ചീത്തയായ അല്ലെങ്കിൽ ഡിസീസ്ഡ് ആയിട്ടുള്ള ആനിമൽസ്, ഇതിൻ്റെ എല്ലാം അവശിഷ്ടങ്ങളോ അല്ലെങ്കിൽ അവയുടെ പാർട്സൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ അഡൾട്രേഷനായിട്ടാണ് കണക്കാക്കുന്നത്. ഇത് ഓരോ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻസ് തരും, 4 ഓപ്ഷൻസ് തന്നിട്ട് ഇതിലില്ലാത്തൊരു ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും ഏതാണ് അഡൾട്രൻ്റ് അല്ലാത്ത ഏതാണെന്ന് ചോദിക്കും. നെക്സ്റ്റ്, ഒബ്റ്റൈൻഡ് ഫ്രം ദി ഇൻഫെക്റ്റഡ് ആനിമൽ. എന്തെങ്കിലും ഇൻഫെക്ഷനുള്ള ആനിമലിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ. കണ്ടെയ്ൻസ് എനി പോയിസണസ് ഓർ അതർ ഇൻഗ്രീഡിയൻറ്റ് ആൻഡ് കളറിംഗ് മാറ്റർ അതർ ദാൻ പ്രിസ്ക്രൈബ്ഡ്. അതായത് ഗവൺമെൻറ് പറയുന്ന കുറച്ച് കളറിങ് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതിൽ കൂടുതൽ ക്വാണ്ടിറ്റിയിലോ ആണെങ്കിലും അല്ലെങ്കിൽ നിരോധിച്ചിട്ടുള്ള കളറിങ് ഏജൻറ്റ്സ് ഒക്കെ ചേർക്കുന്നതും അഡൾട്രേഷനാണ്. അതുപോലെ നിരോധിച്ച പ്രിസർവേറ്റീവ്സും അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്ത പ്രിസർവേറ്റീവ് ആണത്തിന് ഒരുപാട് യൂസ് ചെയ്യാം. ഈ 2 കാര്യങ്ങളും എന്താണ്? അഡൾട്രേഷൻ തന്നെയാണ്. പ്രധാനമായ 5 ടൈപ്പിലുള്ള അഡൾട്രേഷനാണ് കാണുന്നത്. ഇൻറ്റൻഷണൽ, ഇൻസിഡൻ്റൽ, നാച്ചുറൽ, മെറ്റാലിക്, പാക്കേജിങ് ഹസാർഡ്സ്. ഇതിൽ ഇൻറ്റൻഷണൽ അഡൾട്രേഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇൻറ്റൻഷനലി ആഡ് ചെയ്യുന്നതാണ്. അയാൾ മനഃപൂർവ്വം ഇതിൻ്റെ ക്വാളിറ്റി മീൻസ് ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നവയാണ് ഇൻറ്റൻഷണൽ അഡൾട്രേഷൻ. അതായത് ഇപ്പോൾ സാൻഡ്, സ്റ്റോൺസ് ഒക്കെ, അരിയിലും പഞ്ചസാരയിലൊക്കെ സ്റ്റോണും സാൻഡും ഒക്കെ ഇടുന്ന എന്തിനാണ്? വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇൻസിഡൻ്റൽ അഡൾട്രേഷൻ മീൻസ് ആ മാനുഫാക്ചർ അറിയാതെ തന്നെ ആഡായി പോകുന്നവ. അതായത് സ്റ്റോർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യുമ്പോഴോ അയാളുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് ഇൻസിഡൻ്റലായിട്ട് ആഡ് ചെയ്യപ്പെടുന്നവയാണ് ഇൻസിഡൻ്റൽ അഡൾട്രേഷൻ. എക്സാമ്പിൾ പെസ്റ്റിസൈഡ്സ്, ലാർവേ എന്നിവയൊക്കെയാണ്. അതായത് കുറച്ച് മോയ്സ്ചറുള്ള ഏരിയയിൽ അയാൾ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എന്ത് പറ്റും? ആ പ്രോഡക്റ്റിൽ പുഴു അരിക്കാൻ തുടങ്ങും. പക്ഷെ അത് അയാൾ അറിയുന്നില്ല. അത് പിന്നീട് വിറ്റ് കഴിയുമ്പോഴായിരിക്കും, കസ്റ്റമറിനായി കിട്ടുമ്പോഴായിരിക്കും അതിനകത്ത് പുഴു ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ അതൊക്കെ ഇൻസിഡൻ്റൽ അഡൾട്രേഷനാണ്. അടുത്തത് നാച്ചുറൽ അഡൾട്രേഷൻ. അതായത് നാച്ചുറലി ഫുഡിനകത്തുള്ള കെമിക്കൽ അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് നമ്മുടെ ബോഡിക്ക് കംപ്ലയിൻറ്റ്സ് വരുത്തുന്നവയാണ്. അപ്പോൾ അവയാണ് നാച്ചുറൽ അഡൾട്രേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്ലൈക്കോ ആൽക്കലോയിഡ്സ് ഇൻ ദി പൊട്ടറ്റോ. അടുത്തത് മെറ്റാലിക് അഡൾട്രേഷനാണ്. നാച്ചുറലി സിന്തറ്റിക്കലി ഉള്ള മെറ്റൽസ് ഒക്കെ ഫുഡിനകത്ത് ആഡ് ചെയ്യപ്പെടുന്നതാണ് മെറ്റാലിക് അഡൾട്രേഷൻ. അതായത് ചില ഫാക്ടറിക്കൊക്കെ അടുത്തുള്ള ജലസ്രോതസ്സുകളിലൊക്കെ ലെഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്യപ്പെടുന്ന വാട്ടറിൽ എന്തായിരിക്കും? ലെഡ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും.
ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് മാഗിയുടെ കംപ്ലയിൻറ്റ് വന്നപ്പോൾ മാഗിയുടെ ഇഷ്യൂ വന്നപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. മാഗിയിൽ ലെഡ് ഉണ്ടായിരുന്നു, പക്ഷേ അത് മാഗി കമ്പനി മനഃപൂർവ്വം ആഡ് ചെയ്തതല്ല എന്നുള്ള രീതിയിലായിരുന്നു കേസ് വന്നത്. ഇനി ഇൻസിഡൻ്റൽ അഡൾട്രേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് യൂഷ്വലി ഒക്കേഴ്സ് ഡ്യൂ ടു ദി ഇഗ്നോറൻസ്, നെഗ്ലിജൻസ് ഓർ ലാക്ക് ഓഫ് ദി പ്രോപ്പർ ഫെസിലിറ്റീസ്. അതായത് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അവരുടെ അശ്രദ്ധക്കുറവ് കൊണ്ട് അവരറിയാതെ ആഡായി പോകുന്നവയാണ് ഇൻസിഡൻ്റൽ അഡൾട്രേഷൻ. അതായത് ടോക്സിൻസ്, ഇൻസെക്ടിസൈഡ്സ്, പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ ബാലൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫുഡ് പ്രോഡക്റ്റിൽ ആഡ് ആവുകയും അത് ഹെൽത്തിന് കംപ്ലയിൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവയാണ് ഇൻസിഡൻ്റൽ അഡൾട്രേഷൻ എന്ന് പറയുന്നത്. അടുത്തത് മെറ്റാലിക് കണ്ടാമിനേഷൻ. നമ്മൾ പറഞ്ഞതുപോലെ വാട്ടറിൽ മാത്രമല്ല എയറും സോയിലും എല്ലാം ഉണ്ടാകുന്ന പൊല്യൂഷൻസ് കാരണം ഹാംഫുള്ളായിട്ടുള്ള എലമെൻറ്റ്സ്, കാഡ്മിയം, ലെഡ്, മെർക്കുറി, ആർസനിക് ഇങ്ങനെയുള്ളവ ഫുഡിൽ അലിഞ്ഞു ചേരും. അപ്പോൾ അവയാണ് നമ്മൾ മെറ്റാലിക് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഇനി ടൈപ്സിലെ എക്സാമ്പിൾ നോക്കാം. ഇൻറ്റൻഷണൽ അഡൾട്രേഷൻ എന്ന് പറയുമ്പോൾ മനഃപൂർവ്വം ആഡ് ചെയ്യുന്നത്, അതായത് വെയിറ്റ് കൂടാനൊക്കെ വേണ്ടിയിട്ട്. സാൻഡ്, മാർബിൾ ചിപ്സ്, സ്റ്റോൺസ്, മഡ്, ചോക്ക് പൗഡർ, വാട്ടർ, മിനറൽ ഓയിൽ ഇങ്ങനെയുള്ളവയൊക്കെ ആഡ് ചെയ്യുന്നതാണ് ഇൻറ്റൻഷണൽ അഡൾട്രേഷൻ. ഇൻസിഡൻ്റൽ അഡൾട്രേഷൻ അശ്രദ്ധ കൊണ്ട് ആഡ് ആവുന്നവ, അത് വരുന്നത് പെസ്റ്റിസൈഡ്സ്, ഡ്രോപ്പിംഗ്സ് ഓഫ് റോഡൻസ്, ലാർവ എന്നിവയാണ്. മെറ്റാലിക് കണ്ടാമിനേഷൻ എന്ന് പറയുമ്പം ആർസനിക് ഫ്രം ദി പെസ്റ്റിസൈഡ്സ്, ലെഡ് ഫ്രം വാട്ടർ, എഫ്ലുവൻറ്റ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് ടിൻ ഫ്രം ദി ക്യാൻസ്. ഇനി ഓരോ ഫുഡ് പ്രോഡക്റ്റിലും ചേർന്നിരിക്കുന്ന അഡൾട്രേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മിൽക്ക് നോക്കാം. മിൽക്കിലാണ് ഏറ്റവും കൂടുതൽ അഡൾട്രേഷൻ നടക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലാണെങ്കിലും മിൽക്കിനകത്ത് എന്താ ആഡ് ചെയ്യുന്നത്? വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒറിജിനൽ കൊഴുപ്പ് മാറ്റും. മറ്റു പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒറിജിനൽ കൊഴുപ്പ് മാറ്റിയിട്ട് എന്ത് ചെയ്യും? റിഫൈൻഡ് ഓയിലും അല്ലാത്ത ഫാറ്റുകളൊക്കെ ആഡ് ചെയ്യും. അതുപോലെ സ്കിം മിൽക്ക് ഫ്രം ദി സ്കിം മിൽക്ക് പൗഡർ. ഇനി മിൽക്ക് പൗഡർ, പാൽപ്പൊടിയിൽ എന്താണ് ചേർക്കുന്നത്? സ്റ്റാർച്ച്, ഡെക്സ്ട്രിൻസ് എന്നിവയാണ് മിൽക്ക് പൗഡറിൽ ആഡ് ചെയ്യുന്നത്. മിൽക്ക് ക്രീമിൽ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതർ ഫാറ്റ്സ്. ഐസ്ക്രീമിൽ എന്താ? നമ്മൾ പല കളറുള്ള ഐസ്ക്രീം കാണില്ലേ, അപ്പോൾ അത് നോൺ പെർമിറ്റഡ് കളേഴ്സ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആൻഡ് അതർ ഫാറ്റ്സ് ആൻഡ് ജെല്ലിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യും. ബട്ടർ ആൻഡ് ഗിൽ ആഡ് ചെയ്യുന്നത് ഹൈഡ്രജനേറ്റഡ് ഫാറ്റ്സ് ആണ്. അടുത്തത് വെജിറ്റബിൾ ഓയിൽസ് ആൻഡ് ഫാറ്റ്. നമ്മളൊക്കെ വാങ്ങുന്ന പാം ഓയിൽ അങ്ങനെയുള്ളവയിൽ എന്തൊക്കെ അഡൾട്രേഷൻ ഉണ്ടെന്ന് നോക്കാം. ആദ്യം വനസ്പതിയിൽ സാധാരണ ആനിമൽ ഫാറ്റും അതർ മെൽറ്റിംഗ് ഫാറ്റുമാണ് ആഡ് ചെയ്യുന്നത്. വെജിറ്റബിൾ ഓയിൽസിലാണെങ്കിൽ ആർജിമൻ ഓയിൽ, മിനറൽ ഓയിൽ, ചീപ്പ് നോൺ എഡിബിൾ ഓയിൽസ് എന്നിവയാണ് ആഡ് ചെയ്യുന്നത്. ഇനി സ്പൈസസിൽ എന്തെല്ലാം ആഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. സാധാരണ ഉള്ള ടർമറിക്കിലാണെങ്കിൽ കോട്ടിംഗ് വിത്ത് ലെഡ് ക്രോമേറ്റ് ആണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോൾട്ടാർ ഡൈ ആണ്. ലെഡ് ക്രോമേറ്റ് അല്ലെങ്കിൽ കോൾട്ടാർ ഡൈ ആണ് ടർമറിക്കിൽ ആഡ് ചെയ്യുന്നത്. ലെഡ് ക്രോമേറ്റ് മറക്കരുത്, അത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ ടർമറിക് പൗഡറിലും കോൾട്ടാർ കളറ്, യെല്ലോ എർത്ത്, സ്റ്റാർച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ നിറവറ പോലെയുള്ള കറി പൗഡറിൽ സ്റ്റാർച്ച് കളേർഡ് ബ്രൗൺ വിത്ത് കോൾട്ടാർ ഡൈ, അതിലും കോൾട്ടാർ ഡൈ ആണ് ചേർക്കുന്നത്, സ്റ്റാർച്ചും ഉണ്ട്. ഇനി കൊറിയാൻഡർ സീഡിനകത്താണെങ്കിൽ അതർ സീഡ്സ് കളേർഡ് ഗ്രീൻ, അതായത് മല്ലിയുടെ കളർ കൊടുത്തിട്ട് മറ്റ് സീഡുകളെ ആഡ് ചെയ്യും. ഇനി കൊറിയാൻഡർ സീഡ് പൗഡർ, മല്ലിപ്പൊടിയിലാണെങ്കിൽ പൗഡേർഡ് ബ്രാൻ ഓർ നമ്മുടെ തടിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ ഡൈ ചേർത്തിട്ട് ആഡ് ചെയ്യും. ഇനി ചില്ലി പൗഡറിലാണെങ്കിൽ സ്റ്റാർച്ച്, റെഡ് കളർ ചേർത്തിട്ട് കോൾട്ടാർ ഡൈയും കൂടെ ചേർത്തിട്ട് കൊടുക്കും. ഇനി മസ്റ്റാർഡ് സീഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ആർജിമൻ സീഡ്സ് ആണ് മസ്റ്റാർഡ് സീഡ്സിൽ ആഡ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യുമിൻ സീഡ്സ് ആണെങ്കിലും അതുപോലെയുള്ള സീഡുകളാണ് ആഡ് ചെയ്യുന്നത്. ബ്ലാക്ക് പെപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈഡ് പപ്പായ സീഡ്സ് ആണ് ബ്ലാക്ക് പെപ്പറിൽ ആഡ് ചെയ്യുന്നത്. അതിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, എങ്ങനെ ബ്ലാക്ക് പെപ്പറിൻ്റെ അഡൾട്രേഷൻ അറിയാമെന്ന്. അപ്പോൾ അത് വെള്ളത്തിലിടുമ്പം ഈ പപ്പായയുടെ സീഡ് എന്താ ജെല്ല് പോലെ വരില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്ത് നമ്മുടെ കായത്തിൻ്റെ ആണെങ്കിൽ റിസിൻസ് ആൻഡ് അതർ പ്ലാന്റ് ഗംസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇനി സിറിയൽസിലാണെങ്കിൽ വീറ്റിലും റൈസിലും സ്റ്റോൺസ് ആണ് ആഡ് ചെയ്യുന്നത്. വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് സ്റ്റോൺസ് ആഡ് ചെയ്യും. വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൊടിയിലാണെങ്കിൽ എന്താ ടെപ്പിയോക്ക, ഫ്ലോററ്റ്, ചോക്ക് പൗഡർ എന്നിവയൊക്കെയാണ്. സെമോളിനയിലാണെങ്കിൽ ടെപ്പിയോക്ക, സെമോളിനയാണ് ആഡ് ചെയ്യുന്നത്. പൾസസിലാണെങ്കിൽ ബംഗാൾ ഗ്രാം ദാലിനകത്താണെങ്കിൽ കേസരി ദാൽ ആഡ് ചെയ്യും. ഇനി റെഡ് ഗ്രാം ദാലിലാണെങ്കിൽ കേസരി ദാൽ വിത്ത് യെല്ലോ കളർ ആഡ് ചെയ്യും. ബംഗാൾ ഗ്രാം ഫ്ലോറിനകത്താണെങ്കിൽ ടപ്പിയോക്ക ഫ്ലോറോ സ്റ്റാച്ച് കളർ യെല്ലോ വിത്ത് ഡൈ. അപ്പോൾ ഇതിൽ കേസരി ദാൽ മറക്കരുത്. ഇനി സ്വീറ്റനിങ് ഏജൻസ്, ഹണി, തേൻ സാധാരണ അഡൾട്ടർ ചെയ്യുന്നത് കളേർഡ് ഇൻവെർട്ട് സിറപ്പ് ചേർത്തിട്ടാണ്.
സോഫ്റ്റ് ഡ്രിങ്ക്സിലാണെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ് ചേർക്കുന്നത്. അതായത് സാക്കറിൻ പോലെയുള്ള ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ചേർക്കും, മിനറൽ ആസിഡ്സ് ചേർക്കും, ഫോസ്ഫോറിക് ആസിഡ്സ് ഒക്കെയാണ് കൂടുതലായിട്ടും സോഫ്റ്റ് ഡ്രിങ്കിൽ ആഡ് ചെയ്യുന്നത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോസ്ഫോറിക് ആസിഡ്. അടുത്ത ബിവറേജസ് ആണ്. അപ്പോൾ അതിൽ കോഫി പൗഡറിൽ എന്തെല്ലാം വരുമെന്ന് നോക്കാം. അതിൽ വരുന്നത് എക്സ്ഹോസ്റ്റഡ് കോഫി പൗഡർ, സ്റ്റാർച്ച്, റോസ്റ്റഡ് ഡേറ്റ്സ് ആൻഡ് ടാമറിൻ സീഡ്സ് എന്നിവയാണ്. അതായത് കാപ്പിക്കുരു പൊടിക്കുമ്പം യൂസ് ചെയ്ത കോഫി പൗഡർ, സ്റ്റാർച്ച്, പിന്നെ നമ്മുടെ ഡേറ്റ്സിൻ്റെ ഈന്തപ്പഴത്തിൻ്റെ കുരു ഉണ്ടല്ലോ അത്, പിന്നെ പുളിങ്കുരു, അതൊക്കെ പൊടിച്ചിട്ട് ചേർക്കും. ഇനി ടീയിലാണെങ്കിലും ഇതേപോലെ യൂസ് ചെയ്ത തേയിലപ്പൊടി ഉണ്ടല്ലോ അത് വീണ്ടും യൂസ് ചെയ്യും. പിന്നെ ടീയുടെ കൂട്ടുള്ള ലീവ്സിനെ കളർ ചേർത്തിട്ട് അവയും പൊടിച്ച് ചേർക്കാറുണ്ട്. ഇനി പ്രോസസ്ഡ് അരക്കനട്ടിൽ ആഡ് ചെയ്യുന്നത് അതർ സീഡ്സ് ഓർ നട്ട്സ് ബ്രോക്കൺ ആൻഡ് കളേർഡ്. ഇനി അഡൾട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടീ ലീവ്സിന് പകരം എന്താണ് അയൺ ഫ്ലേക്സ് ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ യൂസ് ചെയ്ത ടീ ലീവ്സൊക്കെ ആഡ് ചെയ്യാറുണ്ട്. പക്ഷേ അയൺ ഫ്ലേക്സ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ടെസ്റ്റ് ഉണ്ടെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പറിൽ ഈ ടീയുടെ സാമ്പിൾ ഒഴിക്കുക. അതിനുശേഷം അതിന് മുകളിലോട്ട് മാഗ്നറ്റ് പോകുമ്പോൾ ഇതിൽ അയൺ ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അതിൽ മാഗ്നറ്റിൽ കയറിയിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി മല്ലിപ്പൊടിയിൽ കൊറിയാൻഡർ പൗഡറിലുള്ളത് അറിയണമെങ്കിൽ സാധാരണ നമ്മുടെ തടിപ്പൊടിയൊക്കെയാണ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതിന് 1-2 സ്പൂൺ പൊടിയെടുത്ത് നമ്മൾ വെള്ളത്തിലിടുമ്പം ഈ മല്ലിപ്പൊടി ആണെങ്കിൽ താഴ്ന്നു പോകും, അതേസമയം തടിപ്പൊടിയാണെങ്കിൽ മുകളിലേക്ക് ഉയർന്നു വരും. ഇനി ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടിയിൽ സാധാരണ യെല്ലോ കളറാണ് ആഡ് ചെയ്യുന്നത്. അതിൽ ആദ്യം ഒരു അല്പം മഞ്ഞൾപ്പൊടി എടുത്തു, അതിനകത്ത് കുറച്ച് ആൽക്കഹോളും കൂടി ആഡ് ചെയ്യും. ഇത് ടെസ്റ്റ് ട്യൂബിലിട്ട് മിക്സ് ചെയ്ത ശേഷം മ്യൂററ്റിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യും. ആ ടൈമിൽ ഒരു പിങ്ക് കളറേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനകത്ത് മെറ്റാനിൽ യെല്ലോ കളർ അഡൾട്രേഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി മിൽക്കിലുള്ള അഡൾട്രേഷൻ, സാധാരണ സ്റ്റാർച്ചും വാട്ടറുമാണ് അഡൾട്രേഷനായിട്ട് ചേർക്കുന്നത്. അതിൽ സ്റ്റാർച്ച് ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അയഡിൻ ടെസ്റ്റും വാട്ടർ ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാക്ടോമീറ്റർ ടെസ്റ്റുമാണ് ചെയ്യുന്നത്. ഇനി സ്വീറ്റ്സിൽ സാധാരണ സ്റ്റാർച്ചാണ് ആഡ് ചെയ്യുന്നത്. ആ സ്റ്റാർച്ച് വരുന്ന എല്ലായിടത്തും നമ്മൾ അയഡിൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. ഇനി ദാലാണ്, നമ്മൾ പറഞ്ഞില്ലേ കേസരി ദാലൊക്കെ ആഡ് ചെയ്യുന്നത്, അതേപോലെ കളറിംഗ് ഉണ്ട്, മെറ്റാനിൽ യെല്ലോ ആഡ് ചെയ്യും. അത് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുമ്പോൾ പിങ്ക് കളർ വരുവാണെങ്കിൽ അതിനകത്ത് മെറ്റാനിൽ യെല്ലോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡയറി പ്രോഡക്ട്സ് ആയ ബട്ടർ, കോവ എന്നിവയിലാണെങ്കിൽ സ്റ്റാർച്ച് ആണെങ്കിൽ അയഡിൻ ടെസ്റ്റ് നടത്തും. ഇനി വീറ്റ് ഫ്ലോർ, ഗോതമ്പ് പൊടിയിലാണെങ്കിൽ സാധാരണ ചോക്ക് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അത് ഈ വീറ്റ് ഫ്ലോറിനകത്ത് നമ്മൾ ഡയലൂട്ടഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചെയ്യുമ്പോൾ ലിബറേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ ചോക്ക് പൗഡറിൻ്റെ അഡൾട്രേഷൻ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഹണിയിൽ നമ്മൾ പറഞ്ഞല്ലോ ഇൻവെർട്ട് ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അഡൾട്രേഷൻ സംഭവിച്ച ഹണിയാണെന്ന് മനസ്സിലാക്കിയാൽ അതിലേക്ക് ഒരു പീസ് തുണി, ഒരു കോട്ടൺ ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അത് ബേൺ ചെയ്യുമ്പം ഈസിലി ബേൺ ആയിട്ടില്ലെങ്കിൽ അതിനകത്ത് അഡൾട്രേഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുമല്ല ഒരു ക്രാക്ലിംഗ് സൗണ്ടും കൂടി ഉണ്ടാവും. ഇനി കോമൺ സാൾട്ടിൽ സാധാരണ ചോക്ക് പൗഡറും വൈറ്റ് സ്റ്റോണും ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 1 സ്പൂൺ ഉപ്പ് എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഉപ്പ് വെള്ളം കലക്കുമ്പോൾ വെള്ളം പോലെ തന്നെ കിടക്കും, താഴെ കുറച്ച് ഉപ്പ് വന്ന് അടിയും. പക്ഷേ ചോക്കിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ഈ സൊല്യൂഷൻ ഫുള്ള് നല്ല വൈറ്റ് ആവും. പിന്നെ വൈറ്റ് സ്റ്റോൺ ഒക്കെ എന്താവും, അത് സോലുബിൾ ആവാതെ അടിയിൽ വന്നിട്ട് അടിയുകയും ചെയ്യും. ഇനി ഐസ്ക്രീമിന് സാധാരണ അഡൾട്രേഷൻ സംഭവിക്കുന്നത് വാഷിംഗ് പൗഡർ, മെറ്റാനിൽ യെല്ലോ ആൻഡ് അതർ ഫുഡ് കളേഴ്സാണ്. കൂടുതലും വാഷിംഗ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീം എടുത്ത ശേഷം അതിൽ കുറച്ച് ഒരു ഡ്രോപ്പ് ലെമൺ ജ്യൂസ് ഒഴിക്കണം. അപ്പോൾ ബബിൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വാഷിംഗ് പൗഡറിൻ്റെ പ്രസൻസ് നമുക്ക് കൺഫേം ചെയ്യാം. പിന്നെ മെറ്റാനിൽ യെല്ലോ അറിയാനാണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്യുമ്പോൾ പിങ്ക് കളറേഷൻ ഉണ്ടാകും. ഏറ്റവും മുകളിൽ റൈസിൻ്റെ ഉണ്ട്, അത് പറയാൻ വിട്ടുപോയി. റൈസിനകത്ത് സാധാരണ ക്ലേ അല്ലെങ്കിൽ സ്റ്റോൺസ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ടെസ്റ്റ് ഒന്നും വേണ്ട, ബൈ വിഷ്വലൈസേഷൻ വഴി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇനി ടീയിൽ തേയിലപ്പൊടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സാധാരണ കോട്ട ഡൈ, പിന്നെ യൂസ് ചെയ്ത ടീ ലീവ്സ്, അതേപോലെ ഗ്രാം ദാൽ ഹസ്ക് വിത്ത് കളറ്, ദാലിൻ്റെ ഹസ്ക് കളർ ചേർത്തിട്ട് ടീ ലീവ്സിൽ ആഡ് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മൾ അയൺ ഫ്ലേക്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അയണിൻ്റെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മാഗ്നറ്റ് ടെസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കളറിങ് ഏജൻസ് ഒക്കെ ആണെങ്കിൽ ഈ ടീ നമ്മളൊരു ബ്ലോട്ടിംഗ് പേപ്പറിൽ വെക്കുമ്പോഴത്തേക്ക് അവിടെ ആഡഡ് കളറിൻ്റെ പ്രസൻസ് ആ പേപ്പറിൽ കാണാം. മഞ്ഞൾപ്പൊടിയുടെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് ലെഡ് ക്രോമേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾ ചേർത്തിട്ട് ഒരു ടെസ്റ്റ് ട്യൂബ് ഈ സൊല്യൂഷൻ മിക്സ് ചെയ്യുമ്പോൾ യെല്ലോ കളർ പെട്ടെന്ന് യെല്ലോ കളറായിട്ട് മാറുന്നുണ്ടെങ്കിൽ ലെഡ് ക്രോമേറ്റ് ഉണ്ടെന്ന് മനസ്സിലാവും. കൊറിയാൻഡർ സീഡ്സിൻ്റെ ഒരു ടെസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അത് കൂടാതെ കൗഡങ്ങിൻ്റെ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാറുണ്ട്. അതും വെള്ളം ചേർത്തിട്ട് നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ കൗഡങ്ങിൻ്റെ കളർ വരുവാണെങ്കിൽ അതിൽ കൗഡങ് പാർട്ടിക്കിൾസ് ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഗ്രീൻ വെജിറ്റബിൾസ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ ഗ്രീൻ വെജിറ്റബിൾസ് നല്ല പച്ച കളർ കൊടുത്തിട്ട് വയ്ക്കും. അപ്പോൾ അതാണെങ്കിലും അതിൻ്റെ സാമ്പിൾ വെള്ളത്തിൽ ചേർത്തിട്ട് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്കും ഗ്രീൻ കളർ നൽകുന്നു. ഇനി ചില്ലി പൗഡറിലാണെങ്കിൽ ബ്രിക്ക് പൗഡറും കൂടി ആഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യും.
അപ്പം ബ്രിക്കിൻ്റെ പൗഡറൊക്കെ ആണെങ്കിൽ എന്താ നമ്മൾ വാട്ടറിനകത്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, അത് വെയിറ്റ് കൊണ്ട് താഴേക്ക് പോകും, ചില്ലി പൗഡർ മുകളിൽ ഫ്ലോട്ട് ചെയ്യും. ഇനി ഷുഗർ, പഞ്ചസാരയിൽ ഫൈൻ സാൻഡ് പാർട്ടിക്കിൾസ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പം നല്ല പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര വെള്ളത്തിൽ നല്ലതായിട്ട് ഡിസോൾവ് ആയി പോകും, പക്ഷേ ഫൈൻ സാൻഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, താഴെ സെറ്റിലാവും. ഗീയിൽ അല്ലെങ്കിൽ ബട്ടറിൽ സാധാരണ ചേർക്കുന്നത് വനസ്പതിയാണ്. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി ചേർക്കുക. ടെസ്റ്റ് ട്യൂബിലിട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ക്രിംസൺ കളർ ഷോസ് ദി പ്രസൻസ് ഓഫ് വനസ്പതി. ഇതിൽ ക്രിംസൺ കളർ എന്ന് പറയുന്നത് എന്താ, റെഡ് കളർ, ബ്രിക്ക് റെഡ് ഉണ്ടല്ലോ, ആ കളർ നൽകുന്നതിനെയാണ് ക്രിംസൺ കളർ എന്ന് പറയുന്നത്. അതുപോലെ ഗീല് ബട്ടറിലൊക്കെ ചേർക്കുന്നതാണ് പൊട്ടറ്റോസ്, പിന്നെ സ്റ്റാർച്ചും. പൊട്ടറ്റോസൊക്കെ പുഴുങ്ങിയിട്ട് ചേർക്കും, പൊടിച്ച് ചേർക്കും, അതുപോലെ സ്റ്റാർച്ചും. അപ്പോൾ പൊട്ടറ്റോയിലൊക്കെ കൂടുതൽ സ്റ്റാർച്ച് അല്ലേ, അപ്പം അയഡിൻ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതി ഗീല് പൊട്ടറ്റോ അല്ലെങ്കിൽ സ്റ്റാർച്ച് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കോഫിയിൽ പൗഡറിൽ പ്രധാനപ്പെട്ട ഒരു അഡൾട്രേഷനാണ് ചിക്കറി പൗഡർ. ചിക്കറി എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ റൂട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് വാട്ടർ ചേർത്തിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ റെഡ് കളർ വരുവാണെങ്കിൽ എന്താ ചിക്കറിയുടെ പ്രസൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബ്ലാക്ക് പേപ്പറിൽ സാധാരണ ചേർക്കുന്നത് പപ്പായ സീഡ്സ് ആണ്. പപ്പായ സീഡ്സിന് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമ്മളിത് വെള്ളത്തിൽ കലക്കുമ്പം സീഡ്സ് മുകളിൽ പൊങ്ങുകയും പെപ്പർ താഴെ സെറ്റിലാവുകയും ചെയ്യും. അതല്ലെങ്കിൽ ജെല്ലി ആയിട്ടുള്ള സ്ട്രക്ചർ നൽകുന്നതും പപ്പായ സീഡ്സ് ആണ്. ഇനി നമ്മുടെ സൺഫ്ലവർ ഓയിൽ പോലുള്ള എഡിബിൾ ഓയിൽസിൻ്റെ നോക്കാം. സാധാരണ ചേർക്കുന്നത് മിനറൽ ഓയിലും ആർജിമൻ ഓയിലുമാണ്. അപ്പോൾ മിനറൽ ഓയിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം ഹീറ്റ് ചെയ്യുമ്പോൾ ഇത് ഗ്രീൻ കളർ വരും. ഇനി ആർജിമൻ ഓയിലാണെങ്കിൽ നൈട്രിക് ആസിഡ് ചേർത്തിട്ട് ഷേക്ക് ചെയ്യുക. അപ്പോൾ നല്ല റെഡ് കളർ വരുവാണെങ്കിൽ അതിനകത്ത് ആർജിമൻ ഓയിൽ ചേർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ദാലിൽ സാധാരണ ചേർക്കുന്ന അഡൾട്രേഷൻ കേസരി ദാലാണ്. അതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർത്ത് ബോയിൽ ചെയ്യുമ്പോൾ പിങ്ക് കളർ വരും. സീരീസ് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റോൺസും മഡും അത് വിഷ്വലൈസേഷൻ വഴിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇനി ജാഗരി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ചേർക്കുന്നത് വാഷിംഗ് പൗഡറും ചോക്ക് പൗഡറുമാണ്. അപ്പോൾ അതിൽ ലൈം ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങുന്നുണ്ടെങ്കിൽ അതിൽ അഡൾട്രേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മെറ്റാലിക് അഡൾട്രേഷൻ വഴി നമുക്കുണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കെമിക്കൽ എന്ന് പറയുന്നത് ആർസനിക് ആണ്. ആർസനിക് ലെഡ് ആർസനേറ്റ് ഫോമിൽ സ്പ്രേ ചെയ്യുന്നത് ഫ്രൂട്ട്സിലാണ്. അതേപോലെ ആർസനിക് ആഡ് ചെയ്യുന്നത് ഡ്രിങ്കിങ് വാട്ടറിലുമാണ്. അപ്പോൾ ഇത് ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്രാംസ്, പാരാലിസിസ് അങ്ങനെയൊക്കെയുള്ള ഡെത്ത് വരെ സംഭവിക്കാവുന്ന കാര്യങ്ങൾ, നെർവസ് സിസ്റ്റത്തിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുന്നത്. അടുത്തത് ബേരിയം ആണ്. ബേരിയം കാർബണേറ്റ് ആണ് സാധാരണയായിട്ട് ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ. അതായത് റാറ്റ് പോയിസൺ വഴിയൊക്കെ ഫുഡിലേക്ക് കണ്ടാമിനേറ്റ് ആയിട്ടാണ് ബേരിയം വയറിനുള്ളിൽ ചെല്ലുന്നത്. അതുവഴി ഉണ്ടാകുന്ന ടോക്സിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ വയലൻറ്റ് പെരിസ്റ്റോൾസിസ്, കൺവൾഷൻസ്. പെരിസ്റ്റോൾസിസ് മീൻസ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലുണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ്. അതുപോലെ കൺവൾഷൻസും ഉണ്ടാവും. ഫിറ്റ്സ് ഒക്കെ വരുമ്പോൾ ആ ഒരു അവസ്ഥ വരും. ഇനി കാഡ്മിയം ആണെങ്കിൽ സാധാരണ ഫ്രൂട്ട് ജ്യൂസസ് വഴി, സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വഴിയിട്ടാണ് കാഡ്മിയം ചെല്ലുന്നത്. അതുപോലെ ചില പ്രത്യേകം വെസൽസ്, ക്രാബ്സ്, സീ ഫുഡ്സ് ഒക്കെ കഴിക്കുമ്പോഴും നമുക്ക് കാഡ്മിയം ചെല്ലാറുണ്ട്. അതിൻ്റെ സിംറ്റംസ് എക്സസീവ് സലൈവേഷൻ, ഇങ്ങനെ ഉമിനീര് വന്നുകൊണ്ടിരിക്കുക, ലിവർ, കിഡ്നി എന്നിവയൊക്കെ ഡാമേജ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇനി കൊബാൾട്ടിൻ്റെ കണ്ടാമിനേഷൻ നടക്കുന്നത് വാട്ടറും ബിയറും വഴിയാണ്. കൊബാൾട്ട് എക്സ്ട്രാ എന്ന് കഴിഞ്ഞാൽ എന്താണ്, കാർഡിയാക് ഫെയിലൂറാണ് ഉണ്ടാകുന്നത്. ഇനി കോപ്പർ കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് കോപ്പർ അസിഡിക് ഫുഡ്സ്, കോപ്പർ വെസൽസുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യുമ്പം ആ ടൈമിൽ വോമിറ്റിംഗ്, ഡയറിയ, അബ്ഡോമിനൽ പെയിൻ ഒക്കെ ഉണ്ടാവും. ഇനി ലെഡ് കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് സാധാരണ വെള്ളം വഴി ഉണ്ടാവും. അത് വാട്ടർ പൈപ്പ്സ്, ലെഡ് വാട്ടർ പൈപ്പ്സ് വഴിയിട്ടുണ്ടാവും. അതിൽ വരുന്നത് പാരാലിസിസ് ആൻഡ് ബ്രെയിൻ ഡാമേജ് ആണ്. മെർക്കുറി കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് മിക്കവാറും ഫംഗിസൈഡ്, സീഡ്സിലൊക്കെ ഫംഗിസൈഡ്സ് ചേർക്കുമ്പോൾ അങ്ങനെ മെർക്കുറി കണ്ടാമിനേഷൻ ഉണ്ടാവും. അവയിലെയും സിംറ്റംസ് സെയിം തന്നെയാണ്. അതായത് നമ്മുടെ നെർവസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിംറ്റംസും കാണിക്കും. ഇനി ടിൻ കണ്ടാമിനേഷൻ ഉണ്ടാകുന്നത് ക്യാൻഡ് ഫുഡ്സിൽ. ക്യാൻഡിൽ നമ്മൾ ടിൻ പ്ലേറ്റിംഗ് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊളുക്കി പെയിൻ, വോമിറ്റിംഗ്, ഫോട്ടോഫോബിയ, അതായത് പ്രകാശത്തിനോടുള്ളൊരു പേടി, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. സിങ്ക് കണ്ടാമിനേഷൻ നടക്കുന്നത് ഗാൽവനൈസ്ഡ് അയൺ വെയർസ് യൂസ് ചെയ്യുമ്പോഴാണ്. അതിൽ ഡിസിനസ്, വോമിറ്റിംഗ് എന്നിവയാണ് ഉണ്ടാകുന്നത്. ഇനി നാച്ചുറൽ കണ്ടാമിനേഷൻ മീൻസ് ആ പ്രോഡക്റ്റിൽ തന്നെ ഉള്ള നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാരണം ഉണ്ടാകുന്ന കണ്ടാമിനേഷൻ. ഫസ്റ്റ് വൺ ഫ്ലൂറൈഡ്സ്, അത് ഡ്രിങ്കിങ് വാട്ടറിൽ, സീ ഫുഡ്സിലെ, ടീ എന്നിവയിൽ കാണുന്നതാണ്. ഇത് എക്സസൈഡ് ചെയ്യുമ്പം ഫ്ലൂറോസിസ് എന്ന കണ്ടീഷൻ ഉണ്ടാവും. അടുത്തത് ഓക്സാലിക് ആസിഡാണ്. സ്പിനാച്ചിലൊക്കെ കൂടുതലായിട്ട് ഓക്സാലിക് ആസിഡ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അത് റീനൽ കാൽക്കുലം മീൻസ് നമുക്ക് കിഡ്നി സ്റ്റോൺ അങ്ങനെയുള്ള കാര്യങ്ങളിലും ഉണ്ടാവും. അതുപോലെ ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം കുറയും. നെക്സ്റ്റ് ഗോസിപ്പോളാണ്. അത് കോട്ടൺ സീഡിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അത് ക്യാൻസറിന് കാരണമാകും. നെക്സ്റ്റ് സയാനോജനറ്റിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് സയനൈഡ്സ് കണ്ടൻസ് വരുന്നത് ബിറ്റർ ആൽമണ്ട്സ്, ആപ്പിൾ സീഡ്സ്, കസവ എന്നിവയിലൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഡിസ്റ്റർബൻസ് ആണ് ഉണ്ടാക്കുന്നത്.
അടുത്തത് PAH ഓർ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. സ്മോക്ക്ഡ് ഫിഷിലൊക്കെ കൂടുതലായിട്ട് കാണുന്നതാണ്. അത് ക്യാൻസറിന് കാരണമാകാറുണ്ട്. മറ്റേ ഫെലോയിഡിൻസ് ആൽക്കലോയിഡ്സ് ആണ്. മഷ്റൂംസിലൊക്കെ കാണപ്പെടുന്നവയാണ്. അപ്പോൾ അതിൽ ഡയറിയ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. നെക്സ്റ്റ് സോളനൈൻ ഇൻ പൊട്ടറ്റോസ്. അതും ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ് ആണ്. വോമിറ്റിംഗ്, ആബ്ഡോമിനൽ പെയിൻ എന്നിവയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈൻസ്. ഡ്രിങ്കിങ് വാട്ടറിൽ സ്പിനാഷ്, അസ്പെരാഗസ് അല്ലെങ്കിൽ മീറ്റ് പ്രോഡക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നൈട്രേറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ് കാണുന്നത്. അത് ലങ്സും ലിവറും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ടാക്കുന്നവയാണ്. നെക്സ്റ്റ് ആസ്ബസ്റ്റോസ് കാണുന്നത് പോളിഷ്ഡ് റൈസ്, പൾസ്, പ്രോസസ്ഡ് ഫുഡ്സ് എന്നിവയിലാണ്. ആൻറ്റി കേക്കിംഗ് ഏജൻറ്റ്സ് എന്നിവയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതും ക്യാൻസറിനാണ് സാധാരണ കാരണമാവുന്നത്. നെക്സ്റ്റ് പെസ്റ്റിസൈഡ് റെസിഡ്യൂസ് കാണുന്നത് എല്ലാ ടൈപ്പ് ഫുഡിലും കാണാറുണ്ട്. അത് അക്യൂട്ട് പോയിസണിങ് സിംറ്റംസ് കാണിക്കും. അതുപോലെ ആൻറ്റിബയോട്ടിക്സും ഹാർട്ട് ഡിസീസ് പോലുള്ള കാര്യങ്ങൾക്ക് കാരണമാകും. ഇനി കുറച്ച് പുതിയ ടൈപ്പ് അഡൾട്രേഷനാണ്. അതായത് ലെഗ്യൂംസിലൊക്കെ ആണെങ്കിൽ ടോക്സിക്സ് ലെൻറ്റിൽസ് ആഡ് ചെയ്യും. ഇനി മിൽക്കിലും ഫ്ലോറിലൊക്കെ ആണെങ്കിൽ വെറ്റിനറി ഡ്രഗ്സിൻ്റെ റെസിഡ്യൂസ് ഉണ്ടാവും. അത് ആ ആനിമലിനെ ഫീഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കുഴപ്പം കൊണ്ടാണ് വരുന്നത്. പിന്നെ ബേക്കറി പ്രോഡക്ട്സിലെല്ലാം നമ്മൾ പപ്സ് പോലുള്ളതെല്ലാം ആനിമൽ ഫാറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. വനസ്പതിയിലാണെങ്കിൽ ഓർത്തോനൈട്രോ അനിലിൻ എന്ന കോമ്പൗണ്ട് ചേർക്കുന്നുണ്ട്. ഇനി ദാലിലാണെങ്കിൽ കേസരി ദാൽ ആഡ് ചെയ്യും നമ്മൾ പറഞ്ഞു. ഇനി ഇന്ത്യൻ റെഡ് ഗ്രാമിന് പകരം ടർക്കിഷ് ലെൻറ്റിൽ ആഡ് ചെയ്യാറുണ്ട്. ഇന്ത്യൻ മസൂർ ദാലിന് പകരം ഓസ്ട്രേലിയൻ ദാൽ കൊടുക്കാറുണ്ട്. ഇനി ഡ്രൈ ജിഞ്ചർ, നമ്മുടെ ചുക്കിന് ആണെങ്കിൽ ചുക്കിൽ കോട്ട് ചെയ്യുന്നത് ബ്ലൂ കളേർഡ് ഡൈ ആണ്, അൾട്രാ മറൈൻ ബ്ലൂ. അത് ഇൻസെക്റ്റിൻ്റെ ഇൻഫെസ്റ്റേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പക്ഷേ അതൊരു അഡൾട്രൻ്റ് ആണ്. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നോക്കാം. അഡൾട്രേഷൻ ഓഫ് കോഫി പൗഡർ ഈസ് ഡിക്റ്റേറ്റഡ് ബൈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ്. സിനമൺ ഈസ് അഡൾട്രേറ്റ് വിത്ത് കസിയ ബാർക്ക്. ഡാർട്ട് ബുക്ക് ഉണ്ട്, FSSAI ഡാർട്ട് ബുക്ക് എന്താണ്, അത് ഫുള്ള് അഡൾട്രേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. ആൻഡ് അഡൾട്രൻ്റ് മിൽക്ക് ഗീവ് എ റീഡിംഗ് ഓഫ് ഡാഷ് ഇൻ ലാക്ടോമീറ്റർ 1.026. ഹൻസ ടെസ്റ്റ് യൂസ്ഡ് ഇൻ ദി ബഫല്ലോ മിൽക്ക് ടു ഡിറ്റക്ട് ദി അഡൾട്രേഷൻ ഓഫ് മിൽക്ക്. ബാർഫോയ്സ് റിയേജൻറ്റ് യൂസ് ടു ഡിറ്റക്ട് ഗ്ലൂക്കോസ് ഇൻ മിൽക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. ജൽദാൽ മെത്തേഡ് ഈസ് ടു ഡിറ്റക്ട് ദി കണ്ടൻറ്റ് ഓഫ് നൈട്രജൻ. ലൗറീസ് മെത്തേഡ് ടു എസ്റ്റിമേറ്റ് ദി പ്രോട്ടീൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡൾട്രൻ യൂസ്ഡ് ഇൻ ദി ആൽക്കഹോളിക് ലിക്വർ മെത്തനോൾ ആണ്. ഏതൊക്കെ സ്റ്റേജിലാണ് അഡൾട്രേഷൻ നടക്കുന്നത്? പ്രൊഡ്യൂസർ, ഡിസ്ട്രിബ്യൂട്ടർ, റീറ്റെയിലർ അങ്ങനെയുള്ള എല്ലാ സ്റ്റേജിലും അഡൾട്രേഷൻ നടക്കുന്നുണ്ട്. ജാമിലും ജെല്ലിലും യൂസ് ചെയ്യുന്ന അഡൾട്രൻസ് സാധാരണ കോൾട്ടാർ ഡൈ ആണ്. അപ്പോൾ അഡൾട്രേഷൻ എന്നൊരു ടോപ്പിക്ക് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് കാണും. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്